പൂജാപാത്രങ്ങൾ, വിളക്കുകൾ ഇതൊക്കെ എങ്ങനെ പെട്ടെന്ന് വൃത്തിയാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അതും വെറും 2 സാധനങ്ങൾ മാത്രം വെച്ചാണ് ഇത് ചെയ്യുന്നത്. അതായത് ഒന്ന് പുളി, ഇത് നമ്മുടെ വീടുകളിലെ അടുക്കളയിൽ എല്ലാ അടുക്കളയിലും ഉള്ളതാണ്. പിന്നെ ഇതും അടുക്കളയിലുള്ള സാധനം തന്നെയാണ്, അതായത് ഡിഷ് വാഷ് ലിക്വിഡ്. ഈ 2 എണ്ണം കൂടി ചേർത്തിട്ടാണ് ഞാനിവിടെ ഈ പൂജാപാത്രങ്ങളെല്ലാം വൃത്തിയാക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഒരു സ്ക്രബ്ബർ എടുക്കുക. സ്ക്രബ്ബറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വെറും മെറ്റലും അല്ല, വെറും സ്പോഞ്ചും അല്ല. അതായത് സ്പോഞ്ചും മെറ്റലും ഉണ്ട്, കണ്ടോ? ഇത് രണ്ടും കൂടി ചേർന്നാണ് സ്ക്രബ്ബർ. ഒന്ന് ശ്രദ്ധിക്കണം, മെറ്റലും വേണം, എന്നാൽ സ്പോഞ്ചും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു സ്ക്രബ്ബർ എടുത്തതിന് ശേഷം നമുക്ക് പുളി ഇനി അതിൽ വെക്കാം. പുളിനെ വെച്ചതിന് ശേഷം ഡിഷ് വാഷ് ലിക്വിഡ് എടുത്തിട്ട് അതിലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം പുളിയുടെ മേലെ അത് പുളി സോക്ക് ചെയ്യുക. പുളി ലിക്വിഡ്, ഡിഷ് വാഷ് ലിക്വിഡിൽ പുളി സോക്ക് ചെയ്യണം. അപ്പോൾ ഈ പൂജാപാത്രങ്ങളിൽ ഞാൻ ആദ്യം വലിയ ഇതാണ് കഴുകുന്നത്. അതൊന്ന് കഴുകുക, ഒന്ന് വെള്ളത്തിൽ കാണിക്കുക. അതിനുശേഷം നമ്മളുടെ ഈ ലിക്വിഡും പുളിയും കൂടി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതെടുത്തിട്ട് നല്ലവണ്ണം തേക്കുക. അതായത് വെറും സ്പോഞ്ചും സ്ക്രബും പാടില്ല, അതുപോലെ മെറ്റൽ മാത്രം ഉള്ളതും പാടില്ല. കാരണം മെറ്റൽ മാത്രമാകുമ്പോൾ ഒരുപാട് വര വീഴും പാത്രത്തിൽ. വെറും സ്പോഞ്ചാകുമ്പോൾ അത്ര കണ്ട് വൃത്തിയാവില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന ഈ സ്ക്രബ്ബർ വേണം ഉപയോഗിക്കാൻ. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ പുളിയും, ഏതാണ് ഡിഷ് വാഷ് ലിക്വിഡ് നിങ്ങളുടെ കയ്യിലുള്ളത് അതേതാണെന്ന് വെച്ചാൽ അതെടുക്കാം. വല്ലാതെ ഉരച്ച് അതിൽ വര വീഴും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതിന് മുമ്പേ ഇത് വൃത്തിയായിട്ടുണ്ടാവും. അതാണ് ഈ നല്ല കോമ്പിനേഷനാണ്. ഈ പുളിയും ഡിഷ് വാഷ് ലിക്വിഡും കൂടി ചേർന്നാൽ നല്ല പവറുണ്ട് അതിന്. നല്ലോണം വൃത്തിയാവുന്നുണ്ട് പാത്രങ്ങൾ. നല്ല പൂജാപാത്രങ്ങൾ നല്ലവണ്ണം വെട്ടിത്തിളങ്ങണം. സ്വർണ്ണ നിറമാണ് കിട്ടണത് നമുക്ക്. നല്ല റിസൾട്ടാണ്. ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു, അതിലൊക്കെ പലതും പറയുന്നുണ്ട്. അതായത് ഈവൻ കുക്കറിൻ്റെ ഉള്ളിലിട്ട് വിനീഗറോ നാരങ്ങയൊക്കെ ഇട്ടിട്ട് തിളപ്പിക്കാനൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതാ കഴിഞ്ഞു. ഇതാ നല്ല തിളങ്ങണ ഒരു വൃത്തിയായിട്ട്, ഒരു മെഴുക്കുമില്ല, നല്ല തിളങ്ങണ ഒരു പാത്രം അതാ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു.